ആവാരാഹു. ആ, അപ്പോൾ ഞാൻ അതിൻ്റെ അവതാരിക വായിച്ചപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുണ്ട്, പ്രണയവും സൗഹൃദവും ഒക്കെ ചേർന്ന ഒന്നാണ് എന്നുള്ളത്. എന്താണ് ആവാരാഹുവിൻ്റെ അടിസ്ഥാനം, എന്താണ്, അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആവാരാഹു എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലൊരു യാത്രയാണ്. യാത്രയിലുടനീളം ഞാൻ കണ്ടുമുട്ടിയ പിന്നെ ഒരുപാട് മനുഷ്യരെ ആണ് ഞാനതിൽ പറയുന്നത്. അതോടൊപ്പം കഥകളുണ്ട്, ഫിക്ഷനുണ്ട്. അപ്പോൾ നിരൂപകർ പറയുന്ന ഇതിൽ ഏതാണ് ഫിക്ഷൻ, ഏതാണ് ഓർമ്മക്കുറിപ്പുകളെന്ന് തിരിച്ചറിയാത്തൊരു മാജിക്ക് ഈ എഴുത്തിനുണ്ടെന്നൊക്കെയാണ്. ഇപ്പം ഈ എഴുത്ത് ഇപ്പോൾ ഒരു 10 ദിവസമായിട്ടായാലും ഇറങ്ങിയിട്ട് ഈ പുസ്തകം 2ാം പതിപ്പിലേക്ക് പോയി, ഒരാഴ്ച കൊണ്ട്. ഇവിടെ തന്നെ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പം പിന്നെ ഇന്ന് പുതിയ സ്റ്റോക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ശനിയാഴ്ചയാണ് അതിൻ്റെ പ്രകാശനം നടക്കുന്നത്. അപ്പം എഴുത്തിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് വലിയ പേടിയുള്ള സാധനമായിരുന്നു. കാരണം നല്ല വായനക്കാരനാണ് ഞാൻ. വളരെ ചെറുപ്പം തന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്തെ നന്നായിട്ട് വായിക്കും. അപ്പം പിന്നെ എഴുതുക എന്നുള്ളത് അത്ര എളുപ്പമല്ല കാര്യമെല്ലാം എന്നുള്ളൊരു ബോധവും എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ പണ്ട് 91 മരണാനുഭവം ഉണ്ടായിട്ടുണ്ട്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. അപ്പം അത് പിന്നെ ആളുകളോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു മരണാനുഭവമല്ല, അതിനപ്പുറത്തേക്ക് ഉള്ളൊരു ഫിലോസഫി ഉണ്ട് അതിൽ, ഒരു ജീവിതത്തിൻ്റെ ഒരു റിയാലിറ്റി, യാഥാർത്ഥ്യം. നമ്മൾ വിചാരിക്കും പിന്നെ എല്ലാ ഘട്ടങ്ങളിലും, എല്ലാ സന്നിഗ്ധ ഘട്ടങ്ങളിലും പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. അതങ്ങനെയല്ല എന്ന് പറയാണ്. ഞാനത് പൊളിക്കുകയാണ്. കാരണം നമ്മൾ തെരുവിലൂടെ നടക്കുമ്പോൾ, നമ്മൾ കാൽ വഴുതി വീഴുമ്പോൾ ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരനായിരിക്കും നമ്മുടെ കൈ പിടിക്കുക. അപ്പോൾ ഭിക്ഷക്കാരൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മളെ സ്വാധീനവും, പൊളിറ്റിക്കൽ സ്വാധീനവും അല്ലെങ്കിൽ പിന്നെ വേറൊരു സ്വാധീനവും ഗുണം ചെയ്യില്ല. അപ്പം എന്ന് വെച്ചാൽ ഈ മനുഷ്യനെന്ന ഏകഭാവത്തെ കാണിക്കുകയാണ്. മനുഷ്യരെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഈ ആൾക്കൂട്ടത്തിൽ ഏതോ ഒരാളായിരിക്കാം നമ്മൾ കാലത്തന്നി വീഴുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ നമ്മളോടൊപ്പം ഉണ്ടാവുക. അങ്ങനെ ഒരാൾ ഉണ്ടാവും, അങ്ങനെ ഒരാളെ ദൈവം നിശ്ചയിക്കും എന്ന് എനിക്ക് ഈ അനുഭവത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്കൊരു നേഴ്സാണ്, മേരി സിസ്റ്ററാണ്. മേരി സിസ്റ്റർ, ഞാൻ മരിക്കുന്ന ഉറപ്പാണ്. കാരണം എനിക്കറിയാം, ഡോക്ടേഴ്സിൻ്റെ ചർച്ചകളും മറ്റൊക്കെ ആയിട്ട് മരിക്കും. ഇടയ്ക്ക് സിസ്റ്റർ ഇടയ്ക്ക് സിസ്റ്റർ പിന്നെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി കരയും. എൻ്റെ ജാതിയോ മതമൊന്നും അവർക്കറിയില്ല. ഞാനിവിടെ മിലിറ്ററിയിലായിരുന്നു ആദ്യം, അബുദാബിയിൽ. അപ്പം എന്താ പറയുക, സ്വഹ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അബുദാബിയിലേക്ക് വരുന്ന വഴി. അവിടെ വെച്ചിട്ടായിരുന്നു ആക്സിഡൻ്റ് ഉണ്ടായത്. മഫ്രഖ് ഹോസ്പിറ്റൽ മറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ് ചികിത്സിച്ചത്. അപ്പം മേരി സിസ്റ്റർ എനിക്ക് വേണ്ടി കരയും, പ്രാർത്ഥിക്കും, എൻ്റെ ഉമ്മ വയ്ക്കും, എൻ്റെ ചുണ്ടിൽ പിന്നെ വെള്ളം നനച്ചു തരും. കാരണം ഞാനന്ന് ആ സമയത്ത് എൻ്റെ അച്ഛനമ്മ അല്ലെങ്കിൽ മകള്, ഭാര്യ, ഇവരെക്കുറിച്ചൊന്നും ഓർത്തിട്ടില്ല. എൻ്റെ മനസ്സിലൊരിക്കലും അവർ വന്നിട്ടില്ല. മേരി സിസ്റ്ററുടെ ഒരു ടൈമിന് വേണ്ടി, അവരുടെ ഇതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കാരണം അവരെ ഡ്യൂട്ടി ടൈമിൽ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പം മേരി സിസ്റ്റർ എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. മേരി സിസ്റ്ററുടെ ഇത് വായിച്ചിട്ട് ഞാൻ എഴുതുമ്പോൾ തന്നെ ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. മേരി എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അപ്പോൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇമോഷണലായിട്ട്. അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടു, ഫേസ്ബുക്കിൽ. പ്രവീണ വായിച്ചോന്നറിയില്ല, കാരണം അത് ഭയങ്കര വൈറലായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അത് വായിച്ചു. പിന്നെ മാതൃഭൂമി അത് ചോദിച്ചു വാങ്ങി, ഞാൻ പ്രസിദ്ധീകരിക്കേണ്ടായിരുന്നു. മാതൃഭൂമിയുടെ ഓൺലൈൻ നൗഷാദ്. ഇതൊക്കെ ഞാൻ ഞെട്ടിയായിരുന്നു. കാരണം എഴുത്തിനെ പേടിച്ചൊരാൾ എഴുതിയപ്പോൾ ഒറ്റ എഴുത്തിലൂടെ ഒരു വലിയ സംഭവമായി മാറുന്നത് ഞാനിങ്ങനെ വിറ്റ്നസ് ചെയ്യാണ്. സച്ചിദാനന്ദ മാഷ പോലുള്ള ആളുകളും ഒരുപാട് നിരൂപകരും ഒക്കെ സാഹിത്യകാരന്മാരൊക്കെ ഇതൊരു വല്ലാത്തൊരു മാജിക്കൽ എഴുത്താണ്. മാഷ് പറഞ്ഞത് പിന്നെ മലയാള സാഹിത്യത്തിൽ മരണത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായ ഒരു സാധനമില്ല. അപ്പോൾ എവിടെയോ കെട്ടുപൊട്ടി എൻ്റെ. പിന്നെ എഴുത്തുകൾ വരാൻ തുടങ്ങി, പഴയ ഓർമ്മകൾ വരാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് എഴുത്ത് എന്ന് പറയുന്ന സാധനത്തിലേക്ക് ഫേസ്ബുക്കിൽ, അപ്പോൾ ഫേസ്ബുക്കിൽ ഒരുപാട് ആരാധകരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഇത് പുസ്തകമാക്കണമെന്ന് സുഹൃത്തുക്കളൊക്കെ നിർബന്ധം പറഞ്ഞു. അങ്ങനെയാണ് അത് പുസ്തകമായിട്ട് വരുന്നത്, അവാരാഹു എന്നുള്ള പേരിൽ. ഇപ്പോൾ ടോട്ടൽ എത്ര പുസ്തകങ്ങളായി? അനുഭവങ്ങളുടെ കുറിപ്പ് എത്രയായി? അല്ലല്ല, ഈ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകമാണോ അല്ലെങ്കിൽ വേറെ ആദ്യ പുസ്തകം, അതായത് അനുഭവങ്ങൾ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ അതെ. അപ്പൊ ഇനി ഞങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കണം. ധാരാളം അനുഭവങ്ങളുണ്ട്. ഇപ്പൊ എഴുതി തുടങ്ങിയപ്പോൾ ഉള്ളിൽ ഒരുപാട് കഥകളും നോവലൊക്കെ നിറയുന്നുണ്ട്.
ചില കഥയ്ക്ക് ആധാരമാകുന്നത് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നതാണോ അതോ ചുറ്റുപാടൊന്നും കിട്ടുന്നുണ്ടോ? അനുഭവം മാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റും കാണുന്നത് മാത്രം യാത്ര, ഇപ്പോൾ വിദേശത്ത് വന്ന ശേഷമുള്ളത്, നാട്ടിലുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? കഥ എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടുമുട്ടിയ ഏതെങ്കിലും ഒരാളെ കുറിച്ച് നമ്മൾ അവരിങ്ങനെ ഒരു കഥയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഇപ്പോൾ പ്രവീണ ഞാനിന്ന് മീറ്റ് ചെയ്തു. പ്രവീണിനെ എൻ്റെ ചില സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ എന്തെങ്കിലും ആലോചിച്ച് ഒരു കഥയൊക്കെ ഉണ്ടാവാം, മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു ത്രെഡ്. അതെ, പ്രവീണ എന്നിട്ട് ഞാൻ എഴുതും. എന്നിട്ടൊരു ടെലിവിഷൻകാരിയുടെ കഥ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് കഥകൾ വരുന്നത്. കാരണം ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയില്ല. ഇതിലൊരു പരൽമീൻ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. പരൽമീൻ എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ വീട്ടിന് താഴത്തൊരു പുഴയുണ്ട്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പുഴയാണ്. ചെറുപ്പകാലമൊക്കെ വല്ലാതെ ഓർമ്മയിൽ എത്തുന്ന സാധനം. ഇപ്പം ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ഇത് കോഴിക്കോട് ജില്ലയിലാണ്, നാദാപുരം ചിറമോത്ത് എന്ന് പറയുന്നത്. ഞാൻ അവിടെ ഇങ്ങനെ കാല് പുഴയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ പരൽമീനുകൾ വന്ന് എന്നെ കാലിൽ ഇങ്ങനെ ഇങ്ങനെ കൊത്താൻ തുടങ്ങി. അപ്പം എനിക്ക് പകരം അവിടെ ഒരു ലേഡി വന്നു. അപ്പം ലേഡിയുടെ ഒരു ഫിസിക്കൽ ഇതുണ്ടല്ലോ, അനുഭവം. അപ്പോൾ ഒരു രതിയെ നിഷേധിക്കപ്പെട്ട ഒരു ലേഡിയിലേക്ക് ഞാനതെത്തുകയാണ്, ഒരു സ്ത്രീയിലേക്ക്. അപ്പോൾ അവരുടെ ഈ കാമുകനാകുകയാണ്, ധാരാളം കാമുകന്മാരായി പരിണമിക്കുകയാണ് ഈ പരൽമീനുകൾ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയാണ് കഥകൾ ഉണ്ടാകുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമായി മാറി. ഇതെങ്ങനെയുണ്ടാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എങ്ങനെയുണ്ടാകുന്നത്. പ്രണയമാണോ എന്നുള്ളത് ചോദിക്കുന്നത്. ഇങ്ങനെ നീ ഇങ്ങനെ പ്രണയം പറഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രണയിക്കാതിരിക്കും എന്നൊരു സുഹൃത്ത് അതിൽ ചോദിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയാണോ? പ്രണയിക്കാൻ ടെംപ്റ്റ് ചെയ്യിപ്പിക്കുകയാണോ ശരിക്കും? പിന്നെ ഞാൻ പറയും, പ്രണയത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഞാൻ. അപ്പൊ നമ്മൾ രണ്ടുപേരും സൂക്ഷിച്ചിരിക്കണം. അതെ. പ്രണയം തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. എല്ലാറ്റിനെയും പ്രണയിക്കുക എന്നുള്ള ഈ ആവാരാഹു എന്നുള്ള ഇതിൽ പേർഷ്യൻ കവിതകളിലൊക്കെ ആവാരാഹു ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും പ്രണയിക്കുന്നവൻ കൂടി അർത്ഥമുണ്ട്. ഹിന്ദിയിൽ അതിന് തെണ്ടി എന്നൊക്കെ അർത്ഥമുണ്ട്, മനസ്സിലായല്ലേ? പരദേശി എന്ന് പറയുന്ന സാധനം. പിന്നെ ഇപ്പം തെണ്ടികളാണല്ലോ ഈ പറയുന്ന ഇവരൊക്കെ തന്നെ. അപ്പം പ്രണയമാണ് നമ്മുടെ ഉള്ളിലുള്ള ഭാവം, പ്രണയമാണ്. മനുഷ്യരിലൊക്കെ ഉള്ളത് ഏറ്റവും അടിസ്ഥാന ഭാവം പ്രണയമാണ്. സ്നേഹവും പ്രണയമൊക്കെയാണ്. പ്രണയത്തെ നമ്മൾ വേറെ തലത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രണയം എന്ന് പറയുന്നത്. പ്രണയം സത്യത്തിൽ അതല്ല. ഒരു മനുഷ്യൻ്റെ അഹമില്ലാതാവുന്ന ഒരവസ്ഥയിൽ അവൻ്റെ ഉള്ളിൽ നിറയുന്നതാണ് പ്രണയം. പ്രണയത്തിലാവുക എന്ന് പറയുന്ന സാധനം അതാണ്. നിറയെ പ്രണയമാവുക എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ ഞാനെന്ന ഭാവം ഇല്ലാതാവുമ്പോൾ സംഭവിക്കുന്നതാണ്. മറ്റിടത്തിലുള്ള പ്രണയം നമ്മൾ ഈ എന്താ പറയുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രണയമല്ല, അഹം കൊണ്ടൊരു കളിയായിരിക്കും. മുഴുവൻ ഞാനായിരിക്കും അതിൽ. എന്നിട്ട് ഈഗോ വരിക, പ്രശ്നങ്ങൾ ഉണ്ടാകുക, എന്നിട്ട് കത്തിക്കുക, കൊല്ലുക എന്നൊക്കെ പറയുന്നത് അതിന് പ്രണയം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ വാക്ക്, പല വാക്കുകളും ഇങ്ങനെയൊക്കെ ആയതുപോലെ തന്നെ പ്രണയം എന്ന വാക്കിനും അങ്ങനെ ഇതുണ്ട്. എനിക്ക് അവളോട് പ്രണയമാണ്. എന്ത് പ്രണയം? പ്രണയം എന്ന് പറയുന്നത് ഒരു ആണും പെണ്ണും തമ്മിൽ പ്രണയമാണെങ്കിൽ നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത് അവിടെ എല്ലാ ഇഷ്ടത്തെയും പ്രണയിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അവൾക്ക് വേറെ പ്രണയം ഉണ്ടാവും, അതിനെ നമ്മൾ ഇഷ്ടപ്പെടണം, മനസ്സിലായില്ലേ? ആ ഒരു ഉദാത്തമായ അവസ്ഥയിൽ എത്തുമ്പോഴാണ് അവരോട് നമുക്ക് പ്രണയം ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെത് എന്ന് പറയുന്ന ഭാവമുണ്ടല്ലോ, പിന്നെ ഒരു ഉടമാവകാശം സ്ഥാപിക്കലാണല്ലോ പെട്ടെന്ന്. ഭാര്യയും ഭർത്താവും ഭാര്യ, അതുപോലെ കാമുകനും കാമുകയും, ഉടമാവകാശം എൻ്റെതെന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇല്ലല്ലോ. അപ്പം ഓരോരുത്തരുടെ ജേണി അവനവൻ്റെതാണ്. ഓരോ ഇൻഡിവിജ്വലാണ്, ഓരോരുത്തർ ഇൻഡിവിജ്വലാണ്. ഭാര്യ ഇൻഡിവിജ്വലാണ്, ഭർത്താവ് ഇൻഡിവിജ്വലാണ്, കാമുകൻ ഇൻഡിവിജ്വലാണ്, കാമുകി ഇൻഡിവിജ്വലാണ്. ആ അർത്ഥത്തിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ മനുഷ്യർ തമ്മിലുള്ള പ്രണയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുക. NTV UAE to the world.